വർഷങ്ങൾക്ക് മുമ്പ് ഷീൽഡ് ടീം ഡബ്ല്യുഡബ്ല്യുഇയിൽ ഡെബ്യൂ ചെയ്തതിനെ കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ ഷീൽഡിനെ പോലെ തന്നെ മറ്റൊരു ടീം ഈ കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഡബ്ല്യുഡബ്ല്യുഇയിൽ ഡെബ്യൂ ചെയ്തിരിക്കുന്നു. അതായത് മെയിൻ റോസ്റ്ററിൽ വന്നുകൊണ്ട് ഷീൽഡിൽ വന്നിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസിന്റെ സ്വന്തം ഫാമിലി ആയിട്ടുള്ള ബ്ലഡ് ലൈനെ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ബ്ലഡ് ലൈനിലുള്ള ജിമ്മി ഉസോയെയും ജേ ഉസോയെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നു. ഇവരെ മാത്രമല്ല, ബ്ലഡ് ലൈനിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന സോളോ സിക്കോയെയും എന്തിന് LA നൈറ്റിനെ വരെ ഈ 3 പേർ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ട് ഒരു പരിവമാക്കിയിരിക്കുന്നു. എന്താണ് ഈ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? അപ്പോൾ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അതുപോലെ ഈ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ള മറ്റു പ്രധാന കാര്യങ്ങളും നോക്കാം. വെൽക്കം ടു വീക്ക്ലി റിവ്യൂസ്. ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. Welcome to Weekly Reviews. പുതിയ ടീം വന്നതിനെ കുറിച്ച് പറയുന്നതിന് മുൻപേ തന്നെ റോ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട മറ്റൊരു സെഗ്മെന്റിനെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. ബ്രോൺ ബ്രേക്കറിന്റെയും ഓബ ഫെമിയുടെയും കോൺട്രാക്ട് സൈനിങ്ങിനെ കുറിച്ച്. സൺഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ബ്രോൺ ബ്രേക്കർ വേഴ്സസ് ഓബ ഫെമി തമ്മിലുള്ള മത്സരം ഡബ്ല്യുഡബ്ല്യുഇ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒരു കോൺട്രാക്ട് സൈനിങ് ഈ ഒരു റോ എപ്പിസോഡിലേക്ക് വേണ്ടി ഡബ്ല്യുഡബ്ല്യുഇ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. റിങ്ങിൽ ആദം പിയേഴ്സ് ഉണ്ടായിരുന്നു, പോൾ ഹേമാൻ ഉണ്ടായിരുന്നു, ബ്രോൺ ബ്രേക്കർ ഉണ്ടായിരുന്നു, ഓബ ഫെമി ഉണ്ടായിരുന്നു. 4 പേരും റിങ്ങിലേക്ക് എത്തി. ബ്രോൺ ബ്രേക്കറിനോടായിരുന്നു ആദ്യം കരാറിൽ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പിടുന്നതിന് തൊട്ടു മുൻപേ തന്നെ ബ്രോൺ പറഞ്ഞത് ഓബ ഫെമി സ്വയം ഫ്യൂച്ചർ സ്റ്റാർ എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ബ്രോക്ക് ലെസ്നറെ തോൽപ്പിച്ചതും കിങ് ഓഫ് ദി റിംഗ് വിജയിച്ചതുമാണോ നീയാണ് ഫ്യൂച്ചർ എന്ന് പറയാനുള്ള കാരണം? ഇതെല്ലാം തന്നെ സാധാരണ കാരണങ്ങളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പേ നിന്റെ ലെവലിൽ നിന്നിട്ടുണ്ടായിരുന്നത് ഞാനായിരുന്നു. എനിക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്ന ആ ഒരു സമയം മുതലെടുത്തുകൊണ്ട് നീ വന്നതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഈ അവസരങ്ങളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ഈ അവസരം കിട്ടേണ്ടത് എനിക്കായിരുന്നു എന്ന് ബ്രോൺ അവിടെ പറയുകയുണ്ടായി. ഇതിനു മറുപടിയായി ഓബ ബ്രോൺ ബ്രേക്കറെ ആംഗ്രി ഓറഞ്ച് മാൻ എന്നുള്ള രീതിയിൽ കളിയാക്കി വിളിക്കുകയുണ്ടായി. കഴിഞ്ഞ 2 വർഷമായി ബ്രോൺ ബ്രേക്കറിന് ലഭിച്ച അവസരങ്ങളെക്കുറിച്ച് ഓബ അവിടെ പറഞ്ഞു. ഇപ്പോൾ ഞാനാണ് മുൻപിൽ നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇനി കമ്പനിയുടെ ഫേസ് ഓഫ് ദി കമ്പനി ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ ബ്രോൺ ബ്രേക്കറിന്റെയും സാധ്യതകൾ ഇനി ഉണ്ടാകില്ല, അത് നീ മറന്നു കളഞ്ഞേക്ക് എന്നുള്ള രീതിയിൽ ഓബ ഫെമി ബ്രോൺ ബ്രേക്കറോട് പറയുകയുണ്ടായി. അറ്റ്ലാന്റയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ ഓബയെ താൻ തീർക്കുമെന്നുള്ളതും തന്റെ നിഴലിൽ ഒതുക്കുമെന്നുള്ളതും ബ്രോൺ ബ്രേക്കർ പറഞ്ഞു. എന്നിട്ട് ബ്രോൺ ആ ഒരു കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. എന്നിട്ട് കരാർ നേരെ ആദം പിയേഴ്സിന് കൊടുക്കുന്നതിന് പകരമായിട്ട് ബ്രോൺ ബ്രേക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നത് പോൾ ഹേമാൻ ആയിരുന്നു. നിനക്ക് വേണ്ടി ഇവനാണോ ഒപ്പിടുക എന്നുള്ള രീതിയിൽ ചോദിക്കുകയുണ്ടായി. അതായത് ഓബ ഫെമിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോൾ ഹേമാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് ബ്രോൺ ബ്രേക്കർ അവിടെ പറഞ്ഞു വരുന്നത്. ബ്രോക്ക് ലെസ്നർ തിരിച്ചെത്തിയപ്പോൾ തന്നെ പുറകിലേക്കാക്കി പോൾ ഹേമാൻ മുഴുവനായിട്ടും ബ്രോക്ക് ലെസ്നറിന്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ എപ്പോഴും ഓബ ഫെമിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഓബയുടെ കൂടെ പോയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കിഷ്ടം. അങ്ങനെ പോൾ ഹേമാനോട് ദേഷ്യപ്പെട്ട് നിൽക്കുന്നതിന്റെ ഇടയിൽ ഒറ്റയടിക്ക് ബ്രോൺ ബ്രേക്കർ ഓബ ഫെമിയെ ആക്രമിക്കുകയുണ്ടായി. പക്ഷെ ഓബ ഫെമി തിരിച്ചടിച്ചെങ്കിലും ബ്രോണിനെ സഹായിക്കാൻ വേണ്ടി ഓസ്റ്റിൻ തിയറി വന്നു. ബ്രോൺ ബ്രേക്കർ റിങ്ങിന്റെ റോപ്പിലൂടെ ഓടി വന്നുകൊണ്ടുള്ള സ്പിയർ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഓബയുടെ കയ്യിൽ നിന്നും ഒരു ചവിട്ടായിരുന്നു ബ്രോൺ ബ്രേക്കറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്കറെ എടുത്ത് റിംഗ് സൈഡിലേക്ക് ഇട്ടു, ഓസ്റ്റിൻ തിയറിയെ എടുത്തു ടേബിളിന്റെ മുകളിലേക്ക് ഇട്ടു. ഓബ ഫെമിയായിരുന്നു റിങ്ങിൽ ഉയർന്നു നിന്നത്. എന്നിട്ട് ബ്രോൺ ബ്രേക്കറുടെ മുഖത്തേക്ക് നോക്കി നിന്നിട്ടുണ്ടായിരുന്ന ഓബ ഫെമിയെയും നമുക്ക് കാണാൻ സാധിച്ചു. അറ്റ്ലാന്റയിൽ വെച്ച് ഇതിന് താൻ മറുപടി നൽകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഓബ ഫെമി ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയും അത് ബ്രോൺ ബ്രേക്കറിന് നേരെ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്തത് പ്രധാനമായിട്ടും നമ്മൾ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെഗ്മെന്റിനെ കുറിച്ച്. സോളോ സിക്കോയുടെയും ജേ ഉസോയുടെയും ജിമ്മി ഉസോയുടെയും പുതുതായിട്ട് വന്ന OTM എന്ന് പറഞ്ഞിട്ടുള്ള ടീമിന്റെയും ആ ഒരു സെഗ്മെന്റ്. റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ സോളോ സിക്കോവ ആൻഡ് LA നൈറ്റ് തമ്മിലുള്ള ഒരു സെഗ്മെന്റോട് കൂടിയായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി റിങ്ങിൽ വന്നുകൊണ്ട് ഒരുപാട് തമാശകളെല്ലാം തന്നെ പറയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഇവർ രണ്ടുപേരും നടത്തിയിട്ടുണ്ടായിരുന്ന നീക്കങ്ങളെക്കുറിച്ചും അവർ ബ്ലഡ് ലൈനിനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും സംസാരിച്ചു. രണ്ടുപേരും അവരുടെ ഇരുവരുടെയും ക്യാച്ച് ഫ്രേസുകൾ അവിടെ പറഞ്ഞുകൊണ്ട് കോമഡി ഉണ്ടാക്കുകയുണ്ടായി. അപ്പോഴായിരുന്നു ഉസോസ് അവിടേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഉസോസ് വന്നതോടുകൂടി ഇവർ തമ്മിൽ വലിയ വാക്ക് തർക്കങ്ങൾ തന്നെ ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ വാക്ക് തർക്കത്തിനൊടുവിൽ ഏറ്റവും അവസാനമായിട്ട് ഉസോസ് വേഴ്സസ് LA നൈറ്റ് ആൻഡ് സോളോ സിക്കോവ തമ്മിലുള്ള ഒരു ടാഗ് ടീം മാച്ച് ഡബ്ല്യുഡബ്ല്യുഇയിൽ കൺഫേം ചെയ്യുകയുണ്ടായി. മെയിൻ ഇവന്റ് മത്സരത്തിന് മുൻപേ ആയിട്ട് ബാക്ക് സ്റ്റേജിൽ വെച്ച് ജേക്കബ് ഫാറ്റും ഉസോസും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നു. റിങ്ങിൽ നടന്ന പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ജേവ്സോ ചോദിച്ചപ്പോൾ OTC തന്നോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ ഇടപെടാതിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ജേക്കബ് ഫാറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അഥവാ റോമൻ റെയിൻസ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ജേക്കബ് ഫാറ്റു ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതിരുന്നത് എന്നുള്ളതാണ് ഫാറ്റു പറഞ്ഞത്. അപ്പോൾ ജേവ്സോ പറഞ്ഞത്, ഞങ്ങളുടെ കഴുത്തിലുള്ള ഈ ഒരു ക്യാപ്റ്റൻ ഉലഫാല കണ്ടല്ലോ, അതായത് ബ്ലാക്ക് കളറുള്ള ഇത് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്നതും നീ കേൾക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ഇനി ഞങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്
ബഹുമാനിക്കുന്നവർ, അതുകൊണ്ട് ഞങ്ങളെയും നീ പിന്തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ജെ ഉസോയും ജിമ്മി ഉസോയും അവിടെ നിന്ന് പറയുകയുണ്ടായി. അഥവാ റോമൻ റെയിൻസിന്റെ നേരെ താഴെയുള്ള പൊസിഷനിൽ ജെ ഉസോയും ജിമ്മി ഉസോയും, അതിനും താഴെയുള്ള പൊസിഷനിലാണ് ജേക്കബ് ഫാറ്റു ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ഇവരുടെ മെയിൻ ഇവന്റ് നടന്നു. റോ എപ്പിസോഡിൽ തന്നെയായിരുന്നു എല്ലാ നൈറ്റും സോളോ സിക്കോവയും ടീമായിക്കൊണ്ട് ജെ ഉസോയ്ക്കും ജിമ്മി ഉസോയ്ക്കും എതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ട് ഉസോസും കൂടി ചേർന്നുകൊണ്ട് റിംഗ് സൈഡിൽ വെച്ച് സോളോ സിക്കോവയ്ക്ക് ഒരു ഡബിൾ സൂപ്പർ കിക്ക് എല്ലാം തന്നെ കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് മത്സരത്തിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളെല്ലാം തന്നെ ആയപ്പോഴേക്കും റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നത് സോളോ സിക്കോവ ആൻഡ് ജെ ഉസോ ആയിരുന്നു. ഇവർ രണ്ടുപേരും കൂടി റിംഗിൽ നിന്നും മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. ജെ ഉസോയുടെ കയ്യിൽ നിന്നും സോളോയുടെ മുഖത്തേക്ക് ഒരു സൂപ്പർ കിക്ക് കിട്ടുന്നു. ഇനി എന്താണ് അടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത്, ഇനി ആരാണ് എൻ്റെ മുൻപിലേക്ക് വരാനുള്ളത് എന്നെല്ലാം തന്നെ ചോദിച്ച് നിൽക്കുന്ന സമയത്ത് അതാ വരുന്നു റോയ്സ് കീസ്. അതെ, കുറച്ചാഴ്ചകൾക്ക് മുമ്പ് ജേക്കബ് ഫാറ്റു പരിപ്പെടുത്ത് വിട്ടിട്ടുണ്ടായിരുന്ന റോയ്സ് കീസ് വന്നുകൊണ്ട് ജെ ഉസോയെയും സോളോ സിക്കോയെയും അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റോയ്സ് കീസ് മാത്രമായിരുന്നില്ല, റിംഗിൽ ബ്രോൺകോ നിമ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലറും ലൂസിയൻ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലറും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും OTM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ടീമിൽ വർക്ക് ചെയ്യുന്നവരാണ്. റിംഗിലെത്തിയ ഇവർ LA നൈറ്റിനെയും ജിമ്മി ഉസോയെയും റിംഗിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയുണ്ടായി. റോയ്സ് കീസി അവർ അറ്റാക്ക് ചെയ്ത് പരിപ്പെടുക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. LA നൈറ്റിനെ ചാടിച്ചവിട്ടി. ജിമ്മി ഉസോയെ എടുത്തിട്ട് അടിച്ചു. വീണ്ടും LA നൈറ്റിനെ ഡബിൾ ഫിനിഷർ ചെയ്തു. ജിമ്മി ഉസോയെ റോയ്സ് കീസ് ഒരു സ്പൈൻ ബസ്റ്റർ ചെയ്തു. റിംഗ് സൈഡിലേക്ക് എത്തി ജെ ഉസോയെ എടുത്തു, സ്റ്റീൽ സ്റ്റെപ്പിന് മുകളിൽ മുഖമിടിപ്പിച്ചു. സോളോയെ എടുത്തു, വീണ്ടും സ്റ്റീൽ സ്റ്റെപ്പിന് മുകളിൽ സോളോയുടെ മുഖവും ഇടിപ്പിച്ചു. രക്ഷിക്കാൻ വന്ന LA നൈറ്റിന്റെ തലക്കിട്ടും കൊടുത്തു സ്റ്റീൽ സ്റ്റെപ്പ് കൊണ്ടൊരു അടി. സ്റ്റീൽ സ്റ്റെപ്പ് കൊണ്ട് അടി കിട്ടാത്തത് ഇനി ജിമ്മി ഉസോ മാത്രമാണല്ലോ. ജിമ്മി ഉസോയ്ക്ക് വേണ്ടിയിട്ട് അനൗൺസ് ടേബിൾ ക്ലിയർ ചെയ്തു വെച്ചു. എന്നിട്ട് ഷീൽഡ് എങ്ങനെയാണോ പവർ ബോംബ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതിൽ 3 പേരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരിൽ 2 പേർ മാത്രം നിന്നുകൊണ്ട് ജിമ്മി ഉസോയെ ആ ഒരു അനൗൺസ് ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്യുകയുണ്ടായി. എന്നിട്ട് റിംഗിൽ ഈ 3 പേരും OTM ടീം നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ഷോയുടെ അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമൻ റെയിൻസിന്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മാസ്ക്ഡ് റെസ്ലേഴ്സിന്റെ ഒരു ടൂർണമെന്റ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ടൂർണമെന്റിന്റെ ഫൈനൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ തമ്മിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഫൈനൽ മത്സരത്തിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് പെൻഡ വേഴ്സസ് റേ ഫിനിക്സ് തമ്മിലാണ്. അതായത് ബ്രദർ വേഴ്സസ് ബ്രദർ മാച്ച് ആയിരിക്കും നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ ആരാണോ അവരായിരിക്കും മെക്സിക്കോയിൽ വെച്ച് നടക്കുന്ന റോ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെതിരെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അത് റേ ഫിനിക്സ് ആയിരിക്കുമോ പെൻഡ ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എൻ്റെ അഭിപ്രായത്തിൽ പെൻഡ തന്നെയായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരെയും ബൈ ഗായ്സ്.